ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഷോ ജിബ്രിഷ് മെഡിറ്റേഷൻ എന്ന മെഡിറ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓഷോയാണ്. സോ എന്താണ് ഈ ഓഷോ ജിബ്രിഷ് മെഡിറ്റേഷൻ? ഇത് പൊതുവേ പറയുക എന്ന് പറയുന്നത് ഒരു 30 minutes മൈൻഡ് റിഫ്രഷിങ് മെഡിറ്റേഷൻ എന്നാണ് ഇതിനെ പൊതുവേ വിളിക്കുക എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 30 minutes മെഡിറ്റേഷനാണ്. അതിന് ബേസിക്കലി 2 സ്റ്റേജസ് ഉണ്ട്. 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 30 minutes മെഡിറ്റേഷനാണ്. ഓരോ സ്റ്റേജും 50 minutes ഈച്ചാണ്. സോ ഈ ഒരു ജിബ്രിഷ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സയൻറ്റിഫിക് വേയ്സ് ടു ക്ലീൻ അവർ മൈൻഡാണ്. നമ്മുടെ മൈൻഡിനെ വളരെ സയൻറ്റിഫിക്കായിട്ട് ക്ലീൻ ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷനാണ് ജിബ്രിഷ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് എ 30 minute മൈൻഡ് റിഫ്രഷിങ് മെഡിറ്റേഷൻ എന്ന രീതിയിലാണ് ഈ ഒരു മെഡിറ്റേഷൻ അറിയപ്പെടുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിറ്റേഷനാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ടെക്നിക്കിലേക്ക് കിടക്കാം. സോ നിങ്ങൾക്കൊരു ധാരണ കിട്ടി കാണുമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന്. സോ ആദ്യത്തെ സ്റ്റേജ്, അതായത് നമ്മൾ പറഞ്ഞല്ലോ 2 സ്റ്റേജസ് ആണുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ 50 minutes ആണ്. സോ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ജിബ്രിഷ് സംസാരിക്കും. അതായത് ജിബ്രിഷ് എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്പീക്കിംഗ് അൺഫെമിലിയർ ലാംഗ്വേജസ്, ക്രിയേറ്റിംഗ് നോൺസെൻസ് സൗണ്ട്സ്, മീനിങ്ലെസ് വേർഡ്സ് എന്നതാണ് നമ്മൾ ജിബ്രിഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം എന്താണ് ജിബ്രിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇതാണ് ജിബ്രിഷ് എന്ന് പറയുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത കലബല എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൺനോൺ ലാംഗ്വേജിൽ, നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ മീനിങ്ങും ലോജിക്കും റാഷണാലിറ്റി ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കുറേ സൗണ്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, എക്സ്പ്രസീവായിട്ട് വളരെയധികം എക്സ്പ്രസീവായിട്ട് നമുക്ക് നമ്മുടെ ടോട്ടാലിറ്റി നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അതായത് നമ്മൾ ലൂക്ക് വാം ആയിട്ട് ഇത് ചെയ്യാൻ പാടില്ല. അതായത് ചില ആൾക്കാർ ജിബ്രിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ലൂക്ക് വാം ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെയല്ല ജിബ്രിഷ് ചെയ്യണമെന്നാണ്. ജിബ്രിഷ് ചെയ്യുമ്പോൾ വളരെ ആക്റ്റീവ് ആയിരിക്കണം നമ്മുടെ ഹോൾ ബോഡി മൂവ്മെൻറ്റ്. അതായത് നിന്നുകൊണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിന്ന് കാണിക്കാൻ പറ്റാത്തത് ആക്ച്വലി നിന്നുകൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടെ എക്സ്പ്രസീവ് ആകുന്നത്. അപ്പോൾ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് വാക്കിംഗ് ഒക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ എക്സ്പ്രസീവായിട്ട് നമ്മുടെ ടോട്ടാലിറ്റി ഇൻവോൾവ് ആയിക്കൊണ്ട് അങ്ങനെ ഫുൾ ടോട്ടൽ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ എഫക്റ്റീവ് ആകുന്നത്. വളരെ എക്സ്പ്രസീവായിട്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു നമ്മുടെ മൈൻഡിൽ നമ്മൾ ക്യാരി ചെയ്യുന്ന റബ്ബിഷ് തോട്ട്സ്, അതായത് നമ്മൾ മൈൻഡിൽ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് അൺനെസസറി തോട്ട്സും പലതരം തോട്ട്സും തിങ്കിങ് പ്രോസസ്സും ഒക്കെ നമുക്ക് അനാവശ്യമായ തോട്ട്സൊക്കെ ഒരുപാട് ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും, ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. സോ ഈ സപ്രസ്ഡ് തോട്ട്സിനെ അൺവാണ്ടഡ് തോട്ട്സിനെ എല്ലാം നമുക്ക് ത്രോ ഔട്ട് ചെയ്യാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ് ജിബ്രിഷ് എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റും സൈലൻസും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മൈൻഡ് ഒന്നും കൂടെ റീജുവിനേറ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ ജിബ്രിഷ് ചെയ്യാമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സപ്രസ്ഡ് തോട്ട്സ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു, പക്ഷെ നമുക്ക് തിരിച്ച് അയാളോടൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. അയാൾ നമുക്ക് തിരിച്ചെന്തോ പറയണമെന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ അയാൾ നമ്മളെക്കാൾ ഒരു ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പേഴ്സണൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്പം നമുക്ക് തിരിച്ച് ആ ഒരു പ്രോപ്പറായിട്ട് ഒരു മൊമെൻറ്റിൽ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പം നമുക്ക് നമ്മുടെ ആ ഒരു നീഡ് ഫുൾഫിൽ ആയില്ല. അയാൾ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ല, നമ്മളെന്തോ ഷെയിംഫുള്ളായി. അങ്ങനെ ഒരുപാട് നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നു, അതിനെപ്പറ്റി ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്ങിലേക്കൊക്കെ ഒരുപാട് പോകുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ പലതരം അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡിസയേഴ്സും തോട്ട്സും ഒക്കെ ഒരുപാട് നമ്മളിങ്ങനെ ഒരു മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊരു ഗാർബേജ് ആയിട്ട് ഒരുപാട് കാലം ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒരുപാട് ഗാർബേജ് നമുക്ക് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ അവെയർ ആകാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അറിയാത്തത്. അപ്പം നമ്മൾ വെറുതെ ഇരുന്ന് കണ്ണടച്ചൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് റഷ് ഓഫ് തോട്ട്സ് നമുക്ക് അറിയാൻ പറ്റും. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു നോൺസെൻസ് നമ്മുടെ മൈൻഡിൽ ക്യാരി ചെയ്യുന്ന ഗാർബേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെയൊക്കെ ഇങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, എൻഗേജ്ഡ് ഒന്നും ആകാതെ ജസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് ലിസൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ ഉള്ളിൽ സപ്രസ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ സപ്രസ്ഡ് തോട്ട്സിനെ അൺവാണ്ടഡ് തോട്ട്സിനെയൊക്കെ നമുക്ക് ത്രോ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ജിബ്രിഷ് എന്ന് പറയുന്നത്. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതാണ്. അതായത് നമ്മൾ ജിബ്രിഷിൽ എന്തുകൊണ്ട് നമ്മളൊരു അൺഫെമിലിയർ ലാംഗ്വേജ് സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളതിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ്
പറയാൻ ശ്രമിക്കും. അതായത് നമുക്ക് റാഷണലും ലോജിക്കും നമ്മളൊരുപാട് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കും, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന നേരത്ത്. അപ്പോൾ ജിബ്രിഷിന് നമ്മൾ അൺഫെമിലിയർ ലാംഗ്വേജ് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു മൈൻഡിൻ്റെ റാഷണാലിറ്റി, ലോജിക്ക്, ആ ഒരു കണ്ടിന്യൂസ് വെബലൈസേഷൻ, ഒരു സെയിം പാറ്റേൺ ഓഫ് മൈൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് നമ്മുടെ അൺകോൺഷ്യസിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ത്രോ ഔട്ട് ചെയ്യാൻ ഉള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് ജിബ്രിഷ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻസ് ആണ് ഈ ജിബ്രിഷ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നത്, ഈ ഒരു ജിബ്രിഷ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ ഇൻസ്ട്രക്ഷനിൽ അങ്ങനെ നിൽക്കണം എന്നൊന്നും പറയുന്നില്ല. ഐദർ എലോൺ ഓർ ഇൻ എ ഗ്രൂപ്പിൽ നമ്മൾ ജസ്റ്റ് ഐസ് ക്ലോസ് ചെയ്തുകൊണ്ട്, ക്ലോസ്ഡ് ഐസ് ആയിരിക്കണം കേട്ടോ, ക്ലോസ് ഐസ് ആയിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് ജിബ്രിഷ് പറയുക എന്ന് മാത്രമേ ഒറിജിനൽ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മൾ കുറച്ചുകൂടെ നിന്നുകൊണ്ടൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടെ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഇൻവോൾവ് ആകാൻ പറ്റും. ഇരിക്കുമ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമല്ലോ നമ്മുടെ ശരീരം. ഇരുന്നുകൊണ്ടും ചെയ്യാറുണ്ട് കേട്ടോ, ഇരുന്നുകൊണ്ടും ആൾക്കാർ ചെയ്യാറുണ്ട്. ഓഷോ അദ്ദേഹം മെഡിറ്റേഷൻ നടത്തിയ സമയങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സിൻ്റെ ഇടയിലൊക്കെ ജിബ്രിഷ് കൊടുക്കാൻ നേരത്തെ ഇരുന്നുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതൽ ചെയ്യാമെന്ന് പറഞ്ഞത്. സോ ഇരുന്നുകൊണ്ടും ചെയ്യാം, നിന്നുകൊണ്ടും ചെയ്യാം. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത് ഒന്നും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് നിന്നുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിന്നുകൊണ്ട് ചെയ്യുന്നതാണോ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സോ അതാണ് ആദ്യം 15 മിനിറ്റ്സ് ഓഫ് ജിബ്രിഷ് എന്ന് പറയുന്നത്. സ്പീക്ക് ആൻ അൺഫെമിലിയർ ലാംഗ്വേജ് വിത്ത് ക്ലോസ്ഡ് ഐസ് ആയിരിക്കണം. ക്ലോസ്ഡ് ഐസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടും ചെയ്യാം. സോ ഇനി സെക്കൻഡ് 15 മിനിറ്റ്സ്, ആ ഒരു ഫസ്റ്റ് 50 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് 50 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ ആ സൈലൻറ്റ് സ്റ്റേജിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും, അതായത് മകരാസനത്തിൽ നമ്മളിങ്ങനെ, മകരാസനം ഉണ്ടല്ലോ നമ്മളിപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ, മകരാസനത്തിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലൈ ഡൗൺ ചെയ്തിങ്ങനെ തറയിലിങ്ങനെ കിടക്കുക. എന്നിട്ട് ജസ്റ്റ് ആ കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്ക് നമ്മുടെ ആ ഒരു ഗ്രൗണ്ടുമായിട്ട്, അതായത് നമ്മൾ ആ ഒരു ഫ്ലോറുമായിട്ട് ഇങ്ങനെ മുട്ടിച്ച് വേണം നമ്മൾ കിടക്കാമെന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഫീൽ ദാറ്റ് യു ആർ മെർജിങ് വിത്ത് എർത്ത്. നമ്മളങ്ങനെ കിടക്കുമ്പോൾ നമ്മളും എർത്തുമായിട്ട്, നമ്മളിങ്ങനെ കിടക്കാൻ നേരത്ത് മരാസനത്തിൽ കിടക്കാൻ നേരത്ത് നമ്മളും എർത്തുമായിട്ട് ഒരു മെർജിങ് ഫീൽ ചെയ്യുക. യു ആർ മെർജിങ് വിത്ത് ദ മദർ എർത്ത് എന്നാണ് നമ്മൾ ഇൻസ്ട്രക്ഷനിൽ പറയാമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിത്ത് ഈച്ച് എക്സലേഷൻ ഫീൽ യുവർ സെൽഫ് മെർജിങ് വിത്ത് എർത്ത്, അങ്ങനെയാണ് പറയുന്നത്. ഓരോ എക്സലേഷനോടൊപ്പം തന്നെ യു ഫീൽ ദാറ്റ് യു ആർ മെർജിങ് വിത്ത് ദ ഗ്രൗണ്ട് ബിനീത്ത് യു, വിത്ത് എർത്തുമായിട്ട് നമ്മളൊരു മെർജിങ് ഫീല് നമ്മൾ കൊണ്ടുവരിക. സോ അതാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ചെയറിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട്, തറയിൽ വേണമെങ്കിൽ തറ ഇരിക്കുക, അല്ലെങ്കിൽ ചെയർ ഇരിക്കുക, എന്നിട്ട് ജസ്റ്റ് കണ്ണടച്ചിങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ക്ലോസ് ദ ഐസ് ആൻഡ് വാഷ് ദ ഇന്നർ സ്കൈ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണടച്ചിരിക്കുമ്പോൾ ജിബ്രിഷ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്നർ സ്കൈ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സ്, ഒരു ഇമോഷൻസ്, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ചിലപ്പോൾ തോട്ട്സ് കാണും, ചിലപ്പോൾ ഇമോഷൻസ് കാണും, ഫീലിങ്സ് വരും. അപ്പോൾ അതിനൊക്കെ നമ്മളിങ്ങനെ ഒരു കണ്ടുകൊണ്ടിരിക്കുക, ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഐഡൻറ്റിഫൈഡ് ആകാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിലിം സ്ക്രീനിൽ കാണുന്ന പോലെ ജസ്റ്റ് അതിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ലൈ ഡൗൺ ചെയ്ത് കിടക്കുക, മറ്റേന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എവിടെയെങ്കിലും ഇരുന്നിട്ട് കണ്ണടച്ചിരുന്ന് നമ്മുടെ ഇന്നർ സ്കൈ നമ്മൾ വാച്ച് ചെയ്യാം. ഇതാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ 50 മിനിറ്റ്സിൽ ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. സോ ഒന്നും കൂടെ ഒരു ഓവർവ്യൂ തരാം. ജിബ്രിഷ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് മെഡിറ്റേഷനാണ്. 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് 50 മിനിറ്റ്സ് ജിബ്രിഷ് നമ്മൾ സംസാരിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 50 മിനിറ്റ്സ് ഒരു സൈലൻറ്റ് സ്റ്റേജാണ്. പിന്നെ ഈ ജിബ്രിഷ് മെഡിറ്റേഷൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഓഷോ അല്ല ശരിക്കും. അതെന്ന് പറയുന്നത് ആക്ച്വലി ജബ്ബാർ എന്ന് പറഞ്ഞ ഒരു മിസ്റ്റിക്കാണ്, ഒരു സൂഫി മിസ്റ്റിക്കാണ് ഈ ഒരു ജിബ്രിഷ് മെഡിറ്റേഷൻ ആക്ച്വലി കണ്ടുപിടിച്ചത്. പുള്ളിയുടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ പുള്ളിയുടെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഈ ജിബ്രിഷിലൂടെയാണ് ഒരു സൈലൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിനെയൊക്കെ എത്തിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി ഒറിജിനലി ഫൗണ്ടഡ് ബൈ ജബ്ബാർ എന്ന് പറഞ്ഞ ആ ഒരു സൂഫി മിസ്റ്റിക്കാണ് ഈ ഒരു ജിബ്രിഷ് മെഡിറ്റേഷൻ കണ്ടുപിടിച്ചത്. ഓഷോ ഇപ്പം ഞാൻ പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓഷോ അതിൽ നിന്നും ഒറിജിനൽ ജിബ്രിഷിൽ നിന്നും ഓഷോ അഡാപ്റ്റ് ചെയ്ത ഓഷോയുടെ ഒരു വേരിയേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ഓഷോ ജിബ്രിഷ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓഷോയുടെ ഒരു വേരിയേഷനാണ്.
സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഒറ്റ സെഷനിൽ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒറ്റ സെഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് അറിയാൻ പറ്റും. വളരെ കഥാർട്ടിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്പാക്റ്റ് അറിയാൻ പറ്റും. കഥാർട്ടിക് എന്ന് പറയുന്നത്, കഥാസിസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സപ്രസ്ഡ് തോട്ട്സ്, ഇമോഷൻസിനെ എല്ലാം നമുക്ക് റിപ്രഷൻസിനെ അല്ല നമ്മൾ ഒരുപാട് റിപ്രഷൻസ് നമ്മൾ പൊതുവേ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്രസ്ഡ് ഫീലിങ്സും തോട്ട്സ് ഇമോഷൻസിനെ എല്ലാം നമുക്ക് ത്രോ ഔട്ട് ചെയ്യാൻ പറ്റുന്നതിലൂടെ നമുക്ക് പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷനും റിലാക്സേഷനും ഇന്നർ പീസും ഒക്കെ നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് നമുക്കൊരു ആദ്യത്തെ സെഷനിൽ നിന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നും. അതുപോലെ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ജിബ്രിഷ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ട്രൈ ഇറ്റ്, എക്സ്പെരിമെൻറ്റ് വിത്ത് ദിസ് മെഡിറ്റേഷൻ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. പിന്നെ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതായത് മെഡിറ്റേഷൻ ടൈമർ എന്ന് പറഞ്ഞ പ്ലേ സ്റ്റോറിലുള്ളൊരു ആപ്ലിക്കേഷനുണ്ട്. സോ ഈ ഒരു മെഡിറ്റേഷൻ ടൈമറിൽ നമുക്ക് ആ ഒരു 2 സ്റ്റേജസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സാധാ ഫോണിലെ ടൈമറിലൊക്കെ എനിക്ക് തോന്നുന്നു ടൈമറിൽ നമുക്കിങ്ങനെ 2 സ്റ്റേജസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആദ്യം നമുക്ക് ടോട്ടൽ 30 മിനിറ്റ്സ് ആണല്ലോ. അപ്പോൾ ആദ്യം ഒരു 50 മിനിറ്റ്സ് നമ്മൾ ഒരു സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞ് സെക്കൻഡ് 50 മിനിറ്റ്സിൽ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഇടയ്ക്കൊരു മിഡിലിൽ നമുക്കൊരു പോസ് കൊണ്ടുവരണമല്ലോ. അപ്പോൾ ആ പോസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് മെഡിറ്റേഷൻ ടൈമർ എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ ഇൻ്റർവെല്ലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 50 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇൻ്റർവെൽ സെറ്റ് ചെയ്ത് സെക്കൻഡ് 50 മിനിറ്റ്സിലേക്ക് നമുക്ക് പോകാനൊന്നും കൂടെ ബെല്ലൊക്കെ അതിനകത്ത് അടിക്കും ഈ ഒരു ടൈമറിലെന്ന് പറയുന്നത്. മെഡിറ്റേഷനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് മെഡിറ്റേഷൻ ടൈമർ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷന് ചെയ്യാൻ വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഇതിൽ നമുക്ക് ഇൻ്റർവെൽ സെറ്റ് ചെയ്യണമല്ലോ. ആദ്യത്തെ 50 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ ഒരു ഇൻ്റർവെൽ സെറ്റ് ചെയ്യാൻ വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ഒരു മെഡിറ്റേഷൻ ടൈമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ പക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വരിക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മുടെ ലൈവ് സെഷൻസിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.